നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ? അപ്പം ഇനി നമുക്ക് കടികളൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമല്ലേ? ചിക്കൻ ഹനീത് ഇതിൻ്റെ പല റെസിപ്പികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നറിയാം. എന്നാൽ എൻ്റെ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കല്ലേ. ആദ്യം തന്നെ കുറച്ച് ഏലക്കായ്, കുരുമുളക്, മല്ലി, കുറച്ച് കറാമ്പൂ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 മാഗി ക്യൂബ്, പിന്നെ കുറച്ച് ജീരകം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ചിക്കൻ ഇതുപോലെ നല്ലോണം ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഒരു മസാല വെച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാല നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ, എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് വരുമൊന്നും വേണ്ട. അതിൻ്റെ ശേഷം നമുക്ക് ചിക്കൻ്റെ മുകളിൽ വരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ചിക്കൻ ഒന്ന് അതിൽ നേരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു വെള്ളം നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വെള്ളവും പിന്നെ ചിക്കനും ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഒരു ഉള്ളി, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം ചോപ്പ് ചെയ്തെടുത്താൽ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നാരങ്ങയും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു മസാലയും കൂടി ഇട്ട് പിന്നെ നമ്മൾ റൈസും കൂടി ചേർത്തൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. വെള്ളം ചേർക്കേണ്ടത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള നിലക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ മാറ്റി വെച്ച ഒരു വെള്ളത്തിൻ്റെ പുറത്ത് നമ്മുടെ നോർമൽ വെള്ളം കൂടെ ചേർത്ത് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിൽ കുറച്ചും കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ റൈസും കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹനീത് റെഡി. പിന്നെ നല്ല മയോണൈസും കൂട്ടി അങ്ങോട്ട് കഴിക്കുക.